നമുക്കിന്ന് 2022 ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. 2022 3 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. 3 സ്റ്റേജായിട്ടായിരുന്നു ഡിഗ്രി പ്രിലിംസ് നടന്നിരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിനി നോക്കുന്നത്. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി തേരാത്തത്? ഹൾഡിഗാർഡ് യുദ്ധമാണ് 1581. ബാക്കിയെല്ലാം തറൈൻ യുദ്ധം 1191 ശരിയാണ്. വാണ്ടിവാഷ് 1760. ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. താഴെ പറയുന്നതിൽ കാലഗണനാക്രമത്തിൽ എഴുതുക. ആദ്യം വരുന്നത് ബംഗാൾ വിഭജനം, ആദ്യം വരുന്നത് ബംഗാൾ വിഭജനം, പിന്നെ വരുന്നത് ലക്നൗ ഉടമ്പടി, പിന്നീട് വരുന്നത് റൗലത്ത് ആക്ട്, പൂന ഉടമ്പടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നത് ചേരുംപടി ചേർക്കുക. 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിംഗ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിംഗ്. സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ലോർഡ് മേയോ. ഓഗസ്റ്റ് ഓഫർ ലോർഡ് ലിൻലിത്ഗോ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് വാറൻ ഹേസ്റ്റിംഗ്. സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വെല്ലസ്ലി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ലോർഡ് മേയോ. ഓഗസ്റ്റ് ഓഫർ ലിൻലിത്ഗോ. വാഴ്സ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1955. പട്ടിക ചേർക്കുക. അഞ്ചാമത്തെ ആൻസർ വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീ വിദ്യാപോഷിണി. ശ്രീനാരായണ ഗുരു ദൈവദശകം. ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി. KP കറുപ്പൻ ആചാരഭൂഷണം. ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീ വിദ്യാപോഷിണി. ശ്രീനാരായണ ഗുരു ദൈവദശകം. ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി. ആചാരഭൂഷണമാണ് KP കറുപ്പൻ. ഓപ്ഷൻ എ ആണ് വരുന്നത്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമത്തിൽ എഴുതുക. ആദ്യം ആറ്റിങ്ങൽ ലഹള, പിന്നീട് വരുന്നത് ശ്രീരംഗപട്ടണം ഉടമ്പടി, വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, പിന്നെ വരുന്ന ഏതാ പിന്നെ വരുന്നത് കുറിച്യ ലഹള. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അത്ര ക്ലിയർ ആയില്ല. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണന നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. റഹനുമായി മസ്ദായൻ സഭ, അത് വരുന്നത് നവറോജി ഫർദോൻജി. ധർമ്മസഭ രാധാകാന്താദേവ്. ധർമ്മസഭ രാധാകാന്താദേവ്. സേവാസദൻ BM മലബാരി. സേവാസദൻ BM മലബാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ: ബോസ്റ്റൺ ടീ പാർട്ടി, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്. 1, 3 മാത്രം. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് രാജകൊട്ടാരം. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത്? റിമോട്ട് സെൻസിങ്ങിന് അത്യാവശ്യമായത് ഏതൊക്കെയാണ്? ഊർജ്ജ സ്രോതസ്സിൻ്റെ വികിരണം, ഊർജ്ജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേഷണവും സ്വീകരണവും പ്രോസസ്സിങ്ങും വ്യാഖ്യാനവും വിശകലനവും. മുകൾ പറഞ്ഞത് എല്ലാം ശരിയാണ്.
ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജിയോഡെസി. ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡെസി. ചേരുംപടി ചേർക്കുക. ആരവല്ലി നിരകൾ 13ൻ്റെ ആൻസർ. എല്ലാം കറക്റ്റാണെന്നുള്ളത്. ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെ. നർമ്മദ താഴ്വാരം, റിഫ്റ്റ് താഴ്വാരം, ഉപദ്വീപീയ പീഠഭൂമി 1600 കിലോമീറ്റർ, കിഴക്കൻ തീരം, കാവേരി ഡെൽറ്റ. ABCD. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതകം സംചലനം അഥവാ സംവിധാനം ഏതാണ്? ജെറ്റ് സ്ട്രീം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളിലെ ലിംഗാനുപാതം എത്രയാണ്? 964. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്നാണ് നിലവിൽ വന്നത്? 1 ജൂലൈ 2017. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നത് RBI ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചിലവുകൾ ഒറ്റയ്ക്ക് ഏറ്റവും വലുത്? 18ൻ്റെ ആൻസർ പലിശ അടവുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ. 19ൻ്റെ ആൻസർ വരുന്നത് 3 മാത്രം എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ലക്ഷ്യമല്ലാത്തത് 3 മാത്രമാണ്. വികേന്ദ്രീകരമായ ഭരണത്തിൻ്റെ വ്യാപനം, ഇതാണ് ലക്ഷ്യമല്ലാത്തത്, 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളിൽ ഒന്ന് അസേർഷൻ A എന്നും റീസൺ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ ഉത്തരം കണ്ടെത്തുക. സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാവുന്നത്. ശരിയാണ്. രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. അപ്പോൾ Aയും Rഉം ശരിയാണ്. പക്ഷേ Aയുടെ ശരിയായ വിവരണമല്ല R. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ നിബന്ധനകളാണ് ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പാർട്ടി ആകുവാൻ പാലിക്കേണ്ടത്? ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുക. 1 മാത്രമാണ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഏജൻസിയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ്. താഴെ തന്നിരിക്കുന്ന ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അത് തെറ്റാണ്. ശരിയല്ലാത്തതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ഏത് അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? 77. മറ്റേൻ്റെ ആൻസർ 44ാം അമെൻമെൻറ്റ് വഴി. 300A ഏതാണ്? സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തതേത്? സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ പിരിച്ചുവിടപ്പെടും. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ്റെ കർമ്മ പരിധിയിൽ വരാത്തത്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാൻ ഉള്ള രീതികളിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുക. അതാണ് അല്ലാത്തത്. ആയിരത്തി 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? ഏതായിരുന്നു ആമുഖത്തിൽ ഇല്ലാതിരുന്നത്?
സെക്യുലർ. സ്നാച്ച് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് ഭാരോദ്വഹനവുമായിട്ടാണ്. 2018 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് സൗത്ത് കൊറിയയിലാണ്. MT വാസുദേവൻ നായരുടെ ഡാഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. മഞ്ഞ് എന്ന നോവലിലെ. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത് കൊടിയേറ്റത്തിനാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമടക്കായലുമായിട്ടാണ്. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പൻ്റെ തൂലികാനാമം എന്താണ്? VV അയ്യപ്പൻ കോവിലൻ. 2018 ഏഷ്യൻ ഗെയിംസിലെ ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? 2018 ആരാണ്? ഓസ്ട്രേലിയ. 2018 39 ഓസ്ട്രേലിയയാണ്. 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. 2007 ജ്ഞാനപീഠ അവാർഡ് നേടിയ എഴുത്തുകാരനാരാണ്? ONV കുറുപ്പ്. 2007 ONV കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടിയത്. ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഇമ്പാക്റ്റ് പ്രിൻ്റർ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്ക് വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധം ഉള്ള ഉള്ളടക്കം നിർമ്മിക്കുക. ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഫിഫോ ഷെഡ്യൂളിംഗ് എന്താണ്? നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് ഫിഫോ ഷെഡ്യൂളിംഗ്. വ്യത്യസ്തങ്ങളായ പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ച് ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? 65. ആഗോളതാപനം നിയന്ത്രിക്കാനായി ചെയ്യാവുന്നത് വനനശീകരണം കുറയ്ക്കുക, ജൈവ ഇന്ധന ഉപയോഗത്തിൻ്റെ കാര്യക്ഷമത കുറയ്ക്കുക. പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? 47. ആൻസർ A ആണ് വരുന്നത്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി. മുഖ്യ ലക്ഷ്യം സൃഷ്ടിയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കുറിച്ച് താഴെ പറഞ്ഞതിൽ തെറ്റായത് ഏത്? ISRO സ്ഥാപിച്ചത് 1962 അത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. R&D പ്രോത്സാഹിപ്പിക്കുവാനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ്? 49. S&T മാനവ വിഭവശേഷി സൃഷ്ടിയും പരിപോഷണവും. REDD+ പദ്ധതി താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺവെൻഷണൽ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. 51 ആൻസർ 1:5. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 52, 40. അടുത്തത് 53 ആൻസർ വരുന്നത് A. 54, C. 55, C. 56, A. 57, B. 58, D. 59 ക്യാൻസൽ ചെയ്തു. 60 D. 61 C. 62 B. 63 B. 64 C. 65 D. 66 D. 67 A. 68 B. 69 C. 70 A. 71
71 റിസപ്ഷനിസ്റ്റ്. The interviews resume on Monday. Please bring a copy of your resume today itself. അതിൽ തെറ്റൊന്നുമില്ല. നൺ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The students of our school dash given a challenging task yesterday. വേർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ വേർ ഗിവൺ എ ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ. ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ലാസ്റ്റ് നൈറ്റ്. 73 നൗ ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക്. ഇക്വാനിമിറ്റി ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റീസ് ഡിസൈറബിൾ ഫോർ എ സക്സസ്ഫുൾ ലൈഫ്. Equanimity means calmness. Calmness. John was exculpated after a thorough investigation. Opposite of exculpatedന്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്സ്കൾപ്പേറ്റഡിൻ്റെ ഓപ്പോസിറ്റ് ഇതിനകത്ത് തന്നിട്ടില്ല. നൺ ഓഫ് ദീസ് ആണ് വന്നിരിക്കുന്നത്. സെവറൽ ഓൾഡ് ബിൽഡിങ്സ് വെർ പുൾഡ് ഡാഷ് ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദ ഒളിമ്പിക്സ്. 76ൻ്റെ ആൻസർ വരുന്നത് ഡൗൺ. പുൾ ഡൗൺ എന്നാണ് വരുന്നത്. ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്, റാം, ഈവ്. സെലക്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ളത്? നെയ്തർ, ഒന്നുമില്ല, രണ്ടും കറക്റ്റാണ്. ഹീ ഈസ് എ മാൻ ഹു ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. 79ൻ്റെ ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. റീപ്ലേസ് ദ അണ്ടർലൈൻ മെൻ. ഈസ് ടു റെഡി ടു ബിലീവ് തിങ്സ്. ഇന്നത്തെ ഇല്ല, ആൻസർ ഇല്ല. ഹാഡ് ഹി ബീൻ inoculated, effect of the disease would have been. Had he been inoculated, effect of the disease would have been milder on him. Our students have just had their dinner. Identify the wrong part. This is a correct sentence. He scarcely admitted his mistake. Scarcely വരുമ്പോൾ എന്തൊരു നോട്ട് വരത്തില്ല. Has he. John dash lie down on the bed for a short time after lunch. ലൈയുടെ ഏത് ഫോമാണ് വരുന്നത്? 83യുടെ ആൻസർ വരുന്നത് lay. Helen is the salt of the earth means Helen is very. 84ൻ്റെ ആൻസർ വരുന്നത് very honest. Choose the another adjective derived from pure. Pureൻ്റെ adjective ഏതാണ്? impure. John became the de facto ruler of England. John became the de facto means actual. This medicine was prescribed 2 years ago. Prescribedൻ്റെ മീനിങ് എന്താണ്? forbidden. നിരോധിച്ചു. prescribed, forbidden. Please insist dash the bill when you make purchase in the supermarket. 88ൻ്റെ ഇൻസിസ്റ്റ് ഓൺ അല്ല വരുന്നത്. നൺ ഓഫ് ദീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻസർ നൺ ഓഫ് ദീസ്. 89ൻ്റെ ആൻസർ ഓൾ സ്കൂൾസ് ഡാഷ് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീഓപ്പണിംഗ്. ഏതാ? ഓൾ സ്കൂൾസ് ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ്. അടുത്തത് ഡയറക്റ്റ് സ്പീച്ച്. ഹെലൻ, വെൻ വിൽ യു അറൈവ് ഹിയർ ടുമോറോ? ജോൺ സെഡ്. 19ൻ്റെ ആൻസർ എന്താ വരുന്നത്? ജോൺ ആസ്ക്ഡ് ഹെലൻ വെൻ ഷീ വുഡ് അറൈവ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. വെൻ ഷീ വുഡ് അറൈവ്. മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. താഴെ നൽകിയിരിക്കുന്ന വാക്യങ്ങൾ ശരിയായവ ഏതെല്ലാം? കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. അത് രണ്ടുമാണ് ശരി. 2ഉം 3ഉമാണ് ശരി. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? 92ൻ്റെ ആൻസർ ക്രീഡ, കാഠിന്യം. 2ഉം 3ഉമാണ്. ചലച്ചിത്രം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചലത് പ്ലസ് ചിത്രം. ചലച്ചിത്രം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ചലത് പ്ലസ് ചിത്രം. 1 മാത്രമേ വരത്തുള്ളൂ. തിന്നത് തീരും, കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ദാനത്തിൻ്റെ മഹാത്മ്യമാണ്. 2 മാത്രം ശരി. താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിൻ്റെ വിപരീതം വരാവുന്നവ.
കഠിനം, ലളിതം, മൃദു 1, 2 എന്നിവ. കടൽ പര്യായപദമല്ലാത്തത്. നിമ്നക. കടൽ പര്യായപദമല്ലാത്തത് ഏതാണ്? നിമ്നക. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലി ഉരുളയ്ക്കുപ്പേരി, പകരത്തിന് പകരം 1, 2 എന്നിവ. ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഗൃഹി, ഗൃഹിണി. കാറ്റ് വീശിയെങ്കിലും ഈ ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം എങ്കിലും. 2 എങ്കിലും. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാകുമ്പോൾ സ്രഷ്ടാവ്. സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ്. ഓപ്ഷൻ 1 മാത്രം. നമുക്ക് ഇതിൻ്റെ സ്റ്റേജ് 2 ക്വസ്റ്റ്യൻസ് പേപ്പർ നോക്കാം. 2022 സ്റ്റേജ് 2. ഓക്കെ. PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിൽ ഇട്ടേക്കാവേ. സ്റ്റേജ് 2. ഓക്കെ. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൊയ്ക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി ജനിച്ചത് ചെർപ്പളശ്ശേരിയിലാണ്. മലബാറിലെ പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനി മൊയ്ക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരി ജനിച്ചത് ചെർപ്പളശ്ശേരിയിലാണ്. താഴെ പറയുന്നതിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? അക്കാമ ചെറിയാൻ. താഴെ പറയുന്നതിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് റിപ്പൺ. ഇൽബർട്ട് ബില്ല് ലോർഡ് റിപ്പൺ. 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ഡച്ചുകാർ. 1775 രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിൽ. ആരാണ് നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത്? നിയമങ്ങളുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത് മോണ്ടെസ്ക്യൂ. 1-ാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പിൻവാങ്ങിയ ഉടമ്പടിയുടെ പേര്? ബ്രെസ്റ്റ്-ലിറ്റോവ്സ്ക് ഉടമ്പടി. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഏതാണ്? ഹിന്ദു സ്വരാജ്. തൊട്ടുകൂടായ്മയുടെയും ജാതി വ്യവസ്ഥയുടെയും എതിരെ പോരാട്ടത്തിൻ്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ് TK മാധവൻ. ചേരുംപടി ചേർക്കാനാണ്. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻറ്റ് സോണ് ഏതാണ് വരുന്നത്? ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻറ്റ് സോണ് ഡോൾഡ്രം. വെസ്റ്റർലൈസ് 30 ഡിഗ്രിയും 60 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലാണ് വെസ്റ്റർലൈസ്. ഉയർന്ന ഉപോഷ്ണ മേഖല കുതിര അക്ഷാംശം. താഴ്ന്ന ഉപധ്രുവം പോളാർ ഫ്രണ്ട്. ഏത് ഓപ്ഷൻ വരുന്നത് സി ആണ്. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻറ്റ് സോണ് ഏതാണ്? ഡോൾഡ്രം. വെസ്റ്റർലൈസ് 30 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും അക്ഷാംശത്തിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന ഉപോഷ്ണ മേഖല കുതിര അക്ഷാംശം. താഴ്ന്ന ഉപധ്രുവം പോളാർ ഫ്രണ്ട്. കേരളത്തിലെ റോഡ് സാന്ദ്രത. ഇതിൻ്റെ ആൻസർ, ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ശരിയായിട്ടുള്ളത് ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. 1:5000 50,000 സ്കെയിലിലുള്ള ഒരു ഭൂപടം പ്രതിരോധ സേനകൾ ഉപയോഗിക്കുന്ന ഒരു നിലവാരമുള്ള ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണ്.
പിന്നീട് വരുന്നത് പരമ്പരാഗത ചിഹ്നങ്ങൾ എന്നറിയപ്പെടുന്ന ചിഹ്നങ്ങളുടെ സഹായത്തോടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ ടോപ്പോ ഷീറ്റിൽ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ബിയും സിയും ശരിയാണ്, എയും ഡിയും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പുറന്തോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിൻ്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിക്സിക് വിച്ഛിന്നത എന്ന് വിളിക്കുന്നു. പുറന്തോട്, മുകളിലെ ആവരണം എന്നിവ ഒരുമിച്ച് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. എ ശരിയാണ്, ബി തെറ്റാണ്. എ ശരിയാണ്, ബി തെറ്റാണെന്നുള്ളതാണ്. ബി ആണ് ആൻസറായിട്ട് വരുന്നത്. പട്ടികയിൽ താഴെ തന്നിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, സിർക്കോണിയം കേരള തീരം, ഇന്ത്യയുടെ കോട്ടണോപോളിസ് മുംബൈ, ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇന്ത്യയുടെ ധാതു ഹൃദയഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, സിർക്കോണിയം കേരള തീരം, ഇന്ത്യയുടെ കോട്ടണോപോളിസ് മുംബൈ, ഇന്ത്യയുടെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ട്രഷറി ബില്ലുകളിൽ ഏതാണ് ശരി? 2ഉം 3ഉം മാത്രം. കോൾ ലോണുകളെ അപേക്ഷിച്ച് ട്രഷറി ബില്ലിന് ലിക്വിഡ് കുറവാണ്. ട്രഷറി ബില്ലുകൾ നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ. ഫാക്ടർ ചെലവിൽ GDP എന്തിനു തുല്യമാണ്? വിപണി വിലയിലെ NNP പ്ലസ് മൂല്യത്തകർച്ച മൈനസ് വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം മൈനസ് അറ്റ പരോക്ഷ നികുതി. നികുതികളുടെ ഒപ്റ്റിമൽ മിശ്രണം സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇത് നികുതി മൂലമുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കുന്നു. വ്യക്തിഗത ഡിസ്പോസിബിൾ വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? 19ൻ്റെ ആൻസർ 1ഉം 2ഉം 3ഉം മാത്രം. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം തെറ്റാണ്, 3 തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഇത് വ്യക്തിഗത നികുതികൾ ഒഴിവാക്കുകയും ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. 4 മാത്രമേ ശരിയുള്ളൂ, ബാക്കി 3 തെറ്റാണ്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് സൗകര്യവുമായി ബന്ധപ്പെട്ട് സ്വയംഭരണ ദ്രവ്യതയുമായി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? തെറ്റായിട്ടുള്ളത് 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 2 ഏതാണ്? RBIയിൽ നിന്ന് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളിലേക്കുള്ള പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോകൾ ഇതിൽ ഉൾപ്പെടുന്നു. മണി മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ഫ്ലോകളുടെ ആകെത്തുകയാണിത്. ൻ്റെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര അധികാരങ്ങൾ ഇന്ത്യയിൽ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. 1ഉം 2ഉം മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? 7ാമത്തെ ഷെഡ്യൂളിൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? തെറ്റായിട്ടുള്ളതാണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. തെറ്റായിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളതാണ്. അത് വായിച്ചു നോക്കിയോളൂ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നവർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നാണ്. 2 മാത്രമാണ് വരുന്നത്. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് UPSC. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക്
ആരാണ് അംഗീകാരം നൽകുന്നത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അംഗീകാരം നൽകുന്നത്. ഒരു പൊതു ഉദ്യോഗസ്ഥൻ തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന കമാൻഡാണ് മാൻഡമസ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രിക്കോ പാർലമെൻറ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? 54. ആസാമിലെ ഒരു പരമ്പരാഗത നൃത്തനാടകത്തിൻ്റെ പേരാണ് സാത്രിയ. ദക്ഷിണേഷ്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? സമാധാനം, സമൃദ്ധി, പുരോഗതി. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം? 1995. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി എവിടെയാണ്? പുന്നമടക്കായൽ. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപിള്ള, കേരള വ്യാസൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? തൃപ്പൂണിത്തറ. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആന്ധ്രാപ്രദേശിൽ നിന്ന്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്ക് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻറ്റിൻ്റെ പേരാണ് പാരാലിമ്പിക്സ് ഗെയിംസുകൾ. ഓട്ടൻതുള്ളലിൻ്റെ ഉപജ്ഞാതാവ്? കുഞ്ചൻ നമ്പ്യാർ. ആമസോൺ കിൻഡിലെ പോലുള്ള ഇബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. ഡാഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല പ്രൊസസ്സർ മാനേജ്മെൻറ്റ്. ഡാഷ് ഉപകരണത്തിന് വാനിൽ നിന്ന് ലാനിലേക്ക് ചേർക്കാൻ കഴിയും. ഏതാണ്? ഗേറ്റ്വേ. സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെൻറ്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു, ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. ഒരു ഹാക്കർ ഉപയോക്താക്കളുടെ കമ്പ്യൂട്ടറുകളിലേക്കും അക്കൗണ്ടുകളിലേക്കും പ്രവേശനം നേടുന്നതിന് ക്ഷുദ്രകരമായ ലിങ്കുകൾ അയക്കുന്നതിന് സൈബർ കുറ്റകൃത്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. 45. ഫിഷിംഗ് എന്ന് വിളിക്കുന്നു. മെർക്കുറസ് നൈട്രേറ്റ് എന്ന സംയുക്തം കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? പ്രഫുല്ല ചന്ദ്ര റേ. മെർക്കുറസ് നൈട്രേറ്റ് കണ്ടുപിടിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ. ഡാഷ് ISROയുടെ വിപണന വിഭാഗമാണ്. അത് ISROയുടെ ബഹിരാകാശ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് വിപണനം ചെയ്യുന്നു. ഏതാണ്? ആൻഡ്രിക്സ്. താഴെ പറയുന്നതിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ് അല്ലാത്തതേത്? പ്രകൃതിവാതക ഊർജം. ഹരിതഗൃഹവാതക ഉദ്യമനത്തിൻ്റെ പ്രധാന പങ്ക് കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ പറയുന്നതിൽ സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന ഘടകം അല്ലാത്തതേത്? കാലാവസ്ഥ വ്യതിയാനം. മാത്സ് മാർക്ക് ചെയ്ത് പോവാം. A 52 D 53 B 54 B 55 C 56 A 57 D 58 B 59 C 60 D 61 A 62 B 63 C 64 C 65 D 64 C 65 D 66 A 67 B 68 D 69 A 70 B. ഇംഗ്ലീഷിലേക്ക് പോവാം. യൂസ് ദ റൈറ്റ് ജെറണ്ട്. ജെറണ്ട് വരുമ്പോൾ എന്തായിരിക്കും? ING ഫോം വരുന്നതാണ് ജെറണ്ട്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? ഹിസ് ഡാഷ് early in the morning helped him score well. Rising. Select the phrase from the following sentence that contains an infinitive. She went to the store to get some bread. ഏതാ വരുന്നത്? To get. The information provided to you dash wrong. Auxiliary verb. Correct form of auxiliary verb was.
ചൂസ് ദ റൈറ്റ് പ്രിപ്പോസിഷൻ. ഐ ആം ഗുഡ് അറ്റ് ലോൺ ടെന്നീസ്. ഗുഡ് അറ്റ് സംതിങ് എന്നാണ് പറയുന്നത്. ഗുഡ് അറ്റ് സംതിങ് എന്നാണ്. ഹീ ഈസ് റൈറ്റിംഗ് ദ ബുക്ക്. പാസീവ് വോയിസിൽ എങ്ങനെ വരുന്നത്? ബുക്ക് വാസ് റിട്ടൺ ബൈ ഹിം. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ ടുമോറോ. പോസ്റ്റ്പോണ്ട് എന്നർത്ഥം വരുന്നത് പുട്ട് ഓഫ്. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് ടെക്സ്റ്റ് വിത്ത് കറക്റ്റ് ഇഡിയംസ് ഓർ ഫ്രേസസ് ഗിവൺ ദ ഓപ്ഷൻ ബിലോ. ദ പോലീസ് ഓഫീസർ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ്. നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് വെച്ചാൽ ട്രൈ എവരി പോസിബിൾ വേ. 78th ഡൽഹി ഈസ് ബാഡ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഏതാ വരുന്നത്? ഡൽഹി ഈസ് വേഴ്സ് ദാൻ എന്നേ വരത്തുള്ളൂ. കറക്റ്റ് സെൻറ്റൻസ്. കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഏതാ വരുന്നത്? ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. 79. ചൂസ് ദ ബെസ്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻഡ് ഫ്രേസ്. ഏതാ വരുന്നത്? ക്യാൻ ഈസിലി ബി ക്യാരിഡ് എനിവെയർ. ഏതാ? പോർട്ടബിൾ. ക്യാൻ ഈസിലി ബി ക്യാരിഡ് എനിവെയർ. പോർട്ടബിൾ. ദ വേൾഡ് മസ്റ്റ് റിയലൈസ് ദ futility of was. Futility means usefulness. From the given options, choose the options that is nearest in meaning to the underlined word. ഏതാ വരുന്നത്? vituperate. Vituperate, abuse. Vituperate, abuse. The flight dash before we reach the airport. ഏതാ വരുന്നത്? കറക്റ്റ് ടെൻസ് ഏതാ വരുന്നത്? will have taken off. കറക്റ്റ്ലി സ്പെൽഡ് ട്രെസ്പാസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 84th ഹി ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്സസ്. ഈസ് ഹി. 85 ഏതാ വരുന്നത്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ഫെമിനിൻ ഫ്രം ദ ഹോയ്സ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഹോയ്സിൻ്റെ ഫെമിനിൻ ജെൻഡർ മേയർ. ദ ഫാമർ മൂവ്ഡ് ഹിസ് ഡാഷ് ഓഫ് കൗസ്. എന്താ വരുന്നത്? ഹെഡ് ഓഫ് കൗസ്. ഹെഡ് ഓഫ് കാറ്റിൽസ്. ഹെഡ് ഓഫ് കൗസ്. He said, "Oh, it's bad weather. I can't drive." Reporter speech. He exclaimed with sorrow that it was a bad weather and he couldn't drive. Those tablets are really dash. My headache is much better now. Effective. Option B. Choose the correct meaning of the foreign words and phrases out of the 4 options via media. 89th ആൻസർ മിഡിൽ കോഴ്സ്. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്. നോ ആർട്ടിക്കിളാണ് വരുന്നത്. ഇനി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത്. അധ്യാപകർ. നിങ്ങൾ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? നിൻ പ്ലസ് കൾ. നിങ്ങൾ. അതിഥിയെ സ്വീകരിക്കുന്ന എന്നർത്ഥം വരുന്ന പദം ആതിഥേയൻ. ശരിയായ പദം കണ്ടെത്തുക. ഖണ്ഡാകാരം. പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം പുഞ്ച നഞ്ച. താഴെ തന്നിരിക്കുന്നത് സ്ത്രീലിംഗ പദമല്ലാത്തത് ഏത്? തപസ്വി. തപസ്വിനിയാണ് വരുന്നത്. ജംഗമം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ജംഗമം എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് കണ്ടെത്തുക. ജംഗമം. ദത്തം. ഘടകപദം ചേർക്കുക. നാടകം വാചിക പ്രധാനമാണ്. കഥകളി അണു പോലും അതല്ല എന്നുള്ളതാണ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണു പോലും അതല്ല എന്നുള്ളതാണ്. നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദം എന്താണ്? ദുർഗപദം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം പറച്ചിൽ, യാത്ര, ആരംഭം, പുറപ്പാട്. പ്രസ്താവം പറച്ചിൽ, പ്രസ്ഥാനം യാത്ര, പ്രസ്താവം ആരംഭം, പ്രസ്ഥാനം പുറപ്പാട്. ഇപ്പം 1, 4 ശരിയാണെന്നുള്ളതാണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. സ്റ്റേജ് 3 ഉണ്ട്. പിന്നെ 2021 2 ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്. രണ്ട് പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഔറംഗസേബ് തൻ്റെ കൊട്ടാരത്തിൽ പാടുന്നത് വിലക്കി. ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയത്. 1ഉം 2ഉം ശരിയാണ്. നിരവധി സംഗീതജ്ഞരും ഗായകരും സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്നു.
ഒറ്റയാനെ കണ്ടെത്തുക. അലഗിരി നായിഡു. ഇന്ത്യയുടെ വോളിബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റായി ആരെയാണ് തിരഞ്ഞെടുത്തത്? അച്യുത സാമന്ത. താഴെ പറഞ്ഞതിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? 1934 നടന്ന കേന്ദ്ര നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജയിച്ചു. അത് തെറ്റാണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് തമ്മിലുള്ള കണക്ഷൻ നോക്കുക. ഫർദുൻജി മുൻസബ്, ബോംബെ സമാചാർ, PM മോത്തിവാല, ജാം-ഇ ജംഷാദ്, ബാബു ജോഗേന്ദ്രനാഥ് ബോസ്, ബംഗ്ബാസി, ദയാൽ സിംഗ് മജക്തിയ, ദി ട്രിബ്യൂൺ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ്രോപോവിന് മുമ്പ് USSR ഗവൺമെൻറ്റിൻ്റെ യൂറി അധ്യക്ഷൻ ആരായിരുന്നു? ലിയോണിഡ് ബ്രഷ്നവ്. അത് പഴയതാണ്, അതിൻ്റെ ആവശ്യമില്ല. താഴെ പറഞ്ഞത് ശരിയായ കാലക്രമത്തിൽ ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കുക. ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ചരിത്രപരമായി തെറ്റ്? സഹോദരൻ അയ്യപ്പൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഇതാണ് തെറ്റായിട്ടുള്ളത്. അയ്യ വൈകുണ്ഠസ്വാമി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശരിയാണ്. ഇതാണ് തെറ്റായിട്ടുള്ളത്. ഇത് ശരിയാണ്. മദ്രാസ് ഗവർണർ ചാൾസ് ട്രെവെല്യൻ തിരുവിതാംകൂറിലെ അധികാരികളെ എല്ലാ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകണമെന്ന് പ്രേരിപ്പിച്ചു പണ്ഡിറ്റ് കറുപ്പിനെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. അത് 3 ശരിയാണ്. ഇനി അടുത്തത് കണക്ഷനാണ്. രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ ഏതാ വരുന്നത്? രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ, അംബരീഷ ചരിതം, മാനവവിക്രമ ഏട്ടൻ തമ്പുരാൻ, ലക്ഷ്മി കല്യാണം, KS ലക്ഷ്മണ പണിക്കർ, പണത്തിൻ്റെ കഥ, K കേശവപിള്ള, പ്രത്യക്ഷ ശരീരം. ഓപ്ഷൻ എ ആണ് വരുന്നത്. രാമവർമ്മ പരീക്ഷിത് തമ്പുരാൻ, അംബരീഷ ചരിതം, മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ, ഏതാ വരുന്നത്? ലക്ഷ്മി കല്യാണം, KS ലക്ഷ്മണ പണിക്കർ, പണത്തിൻ്റെ കഥ, K കേശവപിള്ള, പ്രത്യക്ഷ ശരീരം. താഴെ പറയുന്നവയിൽ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പിടാത്തത് ഡൊണാൾഡ് ട്രംപ് ആണ്. താഴെ പറയുന്നതിൽ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകൾ. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത്. ക്ലൗഡ് കവറിൻ്റെ തുല്യ അളവിലുള്ള പെയിൻറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു ലൈനാണ് ഐസോനെഫ്. താഴെ പറയുന്നവയിൽ കാറ്റുകൾ ഏതാണ് സീസണൽ കാറ്റ്? മൺസൂൺ കാറ്റാണ് സീസണൽ കാറ്റ്. ഇന്ത്യയിലെ ഹിമാലയത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഹിമാലയം ഭൂമിശാസ്ത്രപരമായി ചെറുപ്പവും ഘടനാപരമായി വളഞ്ഞതുമായ പർവ്വതങ്ങളാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള പർവ്വതനിരയാണ് ശിവാലിക്. 1ഉം 2ഉം മാത്രമാണ്. താഴെ പറയുന്നതിൽ ഏതാണ് കേരളത്തിൻ്റെ കിഴക്കോട്ട് ഒഴുകാത്ത നദി? കിഴക്കോട്ട് ഒഴുകാത്ത നദിയാണ് പെരിയാർ. കിഴക്കോട്ട് ഒഴുകുന്ന ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഫാക്ടർ കോസ്റ്റിൻ്റെ NNBക്ക് തുല്യമായത് ഏതാണ്? 16. GNP ഘടകം കോസ്റ്റിൽ മൈനസ് മൂല്യത്തകർച്ച. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950. ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹൽനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. ബാങ്ക് നിരക്ക് എന്താണ്? റിസർവ് ബാങ്ക് സെക്യൂരിറ്റികൾക്കെതിരെ ബാങ്കുകളിലേക്ക് നീട്ടുന്നത് റീഡിസ്കൗണ്ടിംഗ് നിരക്കാണ്.
അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത്? ആർട്ടിക്കിൾ 246. കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിനെയും സംസ്ഥാന നിയമസഭകളിലെയും കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറയുന്ന ഷെഡ്യൂളിൽ ഏതാണെന്ന് അടങ്ങിയിരിക്കുന്നത്? 10ാം ഷെഡ്യൂളിൽ നിയമസഭകളിലെ ഇരുസഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രപതി തീരുമാനിക്കുമ്പോൾ അതറിയപ്പെടുന്നത് പോക്കറ്റ് വീറ്റോ. നോർത്തേൺ സോണൽ കൗൺസിലിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. താഴെ പറയുന്നതിൽ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ലഭ്യമായ മൗലിക അവകാശങ്ങൾ എന്തെല്ലാമാണ്? നിയമത്തിന് തുല്യതയും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും. താഴെ പറയുന്നവയിൽ ഏതാണ് റിട്ടുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്? ഇൻജക്ഷനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1964. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിൾ വിവരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 368. കൂട്ടുത്തരവാദിത്തം ഡാഷ് ഭരണകൂടത്തിൻ്റെ ഒരു സവിശേഷതയാണ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ. ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രൈമസ് ഇന്റർ പാരസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇത് തെറ്റാണ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താണ്. ഗാംബിറ്റ് എന്ന വാക്ക് ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാംബിറ്റ് എന്ന വാക്ക് ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാള സാഹിത്യകാരൻ TC ജോസഫിൻ്റെ തൂലികാനാമം ഇടമറുക്. 2022 വിൻ്റർ ഒളിമ്പിക്സ് ബിങ് ഡ്വെന്നിൻ്റെയും ഔദ്യോഗിക ചിഹ്നം പാണ്ടാക്കരടി. ഇതൊക്കെ പഴയതാണ്. നോക്കാം. MT വാസുദേവൻ നായർ ഡാഷ് എന്ന നോവലിലെ ഒരു കഥാപാത്രമാണ് അപ്പുണ്ണി. 4 കെട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ കുറേ എണ്ണം പഴയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ജക്കാർത്തയിലാണ്. അടൂർ ഗോപാലകൃഷ്ണൻ ഡാഷ് ചലച്ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. അനന്തരം എന്ന G. അരവിന്ദൻ്റെ ഡാഷ് എന്ന ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ചിദംബരം എന്ന ചിത്രത്തിന്. പ്രസിഡൻറ്റ്സ് ട്രോഫി വള്ളംകളി ഡാഷ് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഷ്ടമുടി കായലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു ഡാഷ് കായിക വിനോദമാണ് ചറേറിയ, മെക്സിക്കൻ. സാറാ ജോസഫ് ഡാഷ് എന്ന ചെറുകഥാ സമാഹാരത്തിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ചു. പാപത്തറ. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽപ്പെടുന്നു? EEPROM. താഴെ പറയുന്നതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഉപയോഗിക്കുന്ന 2 കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ഗേറ്റ്വേ. ഒരു HTML പേജിൽ ഒരു ചിത്രം ചേർക്കാൻ ഉപയോഗിക്കുന്ന HTML ലിങ്കാണ് IMG ടാഗ്, IMG/SRC. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന വർഷം 2000. അമർത്യ സെന്നിന് 1998 ഡാഷ് മേഖലയിൽ സംഭാവനകൾക്ക് നൊബേൽ സമ്മാനം ലഭിച്ചു. ഏതായിരുന്നു അമർത്യ സെന്നിന് കിട്ടിയത്? മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. സാമ്പത്തിക ശാസ്ത്രത്തിനല്ലായിരുന്നു. ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എവിടെയാണ് നിർമ്മിച്ചത്? മഹാരാഷ്ട്ര.
ഹരിതഗൃഹ പ്രഭാവ വാതകങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. മീഥേൻ ഒരു ഹരിതഗൃഹ വാതകമാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്? 6 സംസ്ഥാനങ്ങളിലൂടെ. 51. മാത്സിൻ്റെ ആൻസർ എ. മാത്സിൻ്റെ ആൻസർ പെട്ടെന്ന് മാർക്ക് ചെയ്ത് നമുക്ക് പോവാം. 52 സി, 53 ബി, 54. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്നറിയാം. 55 ഡി, 56 ക്യാൻസൽ ചെയ്തു. 57 ഡി, 58 ഡി, 59 ബി, 60 ഡി. 61 സി, 62 എ, 63 ബി, 64 ഡി, 65 സി, 66 സി,